വെള്ളാപ്പള്ളി വർഗീയത പറയുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നിങ്ങളുടെ ഈ കേവലമായിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് പ്രശ്നം. കേട്ടില്ലേ? ഒരു വെള്ളാപ്പള്ളിയെ പിടിച്ചിട്ട് ആ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ ചോദിച്ചാൽ എന്താ ഉത്തരം പറയുന്നത്? നിങ്ങൾ പറയണം, യെസ് ഓർ നോ പറയണം. അങ്ങനെ പറയാൻ പറ്റുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ നല്ല എല്ലാ കാര്യത്തെയും അംഗീകരിക്കും. വെള്ളാപ്പള്ളി ഏതെങ്കിലും ഒരു കാര്യം ഇടതുപക്ഷത്തിന്റെ ആശയത്തിന് എതിരായിട്ട് പറഞ്ഞാൽ അതിനെ എതിർക്കും. ഇത് പറയാനൊരു അവസരം തരണ്ടേ? അതിന് പകരം ഇന്ന കാര്യം യെസ് ഓർ നോ എന്ന് പറയാൻ പറ്റുമോ? വെള്ളാപ്പള്ളി വിഷയത്തിൽ അപ്പോൾ പാർട്ടിക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. എന്തിനാ പാർട്ടിക്ക് വീഴ്ച സംഭവിക്കുന്നത്? വെള്ളാപ്പള്ളി ഞങ്ങളുടെ സഖ്യകക്ഷിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം ഇല്ലല്ലോ. അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കും. അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കും. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനാ ഞങ്ങൾ വെള്ളാപ്പള്ളി ദിവസവും പറയുന്നത് നോക്കി അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യലല്ലോ ഞങ്ങളുടെ ജോലി. പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ആ വ്യക്തമാക്കിയതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഇനി അതല്ല, അദ്ദേഹം പറയുന്നു ഞാൻ മുസ്ലിങ്ങളെ തന്നെയാണ് പറഞ്ഞത്, അപ്പം ഞങ്ങൾ പറയും വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന്. ഇവിടെ ശരിയല്ല എന്ന് പറയാൻ ഒരു അവസരമില്ല, കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കി ലീഗിനാണ് പറഞ്ഞതെന്ന്. പിന്നെന്തിനാ വെള്ളാപ്പള്ളി പറഞ്ഞത് ഏസോർണോ പറയിപ്പിക്കുന്നത്? ടേം വ്യവസ്ഥ ഇത്തവണ ഇളവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഈ ഇലക്ഷന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് പലപ്പോഴും തീരുമാനിക്കുക. ജയസാധ്യത മുഖ്യം വെക്കുമ്പോൾ അതിൽ ഇളവ് വേണ്ടി വരില്ല. ജയസാധ്യതയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം കേന്ദ്രീകരിച്ചിരിക്കുന്നത് LDF ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭാവിയിൽ LDF എന്ത് ചെയ്യണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ശേഖരിക്കാനുമാണ്. അതിനാണ് ഈ ജാഥയൊക്കെ നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇലക്ഷന്റെ ചർച്ച ഒരു ബാലികേറാമലയൊന്നുമല്ല. നിങ്ങൾ നോക്കിയിട്ടില്ലേ, ഞങ്ങൾ എപ്പോഴും നേരത്തെ കാലത്തെ ഇങ്ങനെ സ്വപ്നം കണ്ട് ചർച്ച നടത്താറുണ്ടോ? ഇലക്ഷന്റെ തൊട്ടടുത്ത് ഇലക്ഷന്റെ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ കൂടിയിരുന്ന് ഇത്തവണ എന്താണ് തീരുമാനിക്കേണ്ടത്. KK ശൈലജ മത്സര രംഗത്തുണ്ടാകുമോ? ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല. കേട്ടില്ല, ഞാൻ 4 തവണ MLA ആയിട്ടുള്ള ആളാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു തവണ ആദ്യം MLA ആയിട്ട് 2ാമത്തെ തവണ മത്സരിച്ചിട്ടില്ല. കുത്തുപറമ്പ് മണ്ഡലത്തിൽ P ജയരാജനാണ് മത്സരിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ പറ്റുക? അതുകൊണ്ട് അത്തരം ഒരു ഇപ്പം KK ശൈലജ മാത്രമല്ല, ഇപ്പം ആരും എവിടെയും പാർട്ടിയും പറഞ്ഞിട്ടില്ല, വ്യക്തിയും പറഞ്ഞിട്ടില്ല. ടീച്ചർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നതാണ് പാർട്ടിയുടെ തീരുമാനമെങ്കിൽ മട്ടന്നൂർ തന്നെ ആയിരിക്കുമോ മത്സരിക്കുക? അല്ല, ഒരു തീരുമാനം എടുക്കാത്ത സ്ഥിതിക്ക് ഒരു ക്ലോസിന്റെ അങ്ങനെയുള്ള യാതൊരു ആവശ്യമില്ലല്ലോ അല്ലേ? മത്സരിക്കുമോ എന്ന് തീരുമാനമായിട്ടില്ല. അപ്പൊ മണ്ഡലം ഏതാണെന്ന് നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ടീച്ചറെ വിജയിപ്പിച്ച ആളുകളാണ് മട്ടന്നൂരിലുള്ളത്. അപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരോട് ടീച്ചർ ആൻസറബിൾ അല്ലേ? അപ്പോൾ അതെന്താണ് ടീച്ചറിന്റെ മട്ടന്നൂരിൽ അധിഷ്ഠിതമായി കാണുന്നത് കൊണ്ടാണ്. എന്നെ ജനങ്ങൾ ജയിപ്പിച്ചത് LDF-ലായതുകൊണ്ടാണ്. UDF സ്ഥാനാർത്ഥിക്ക് ആ ഭൂരിപക്ഷം കിട്ടില്ലല്ലോ. ഇനി ജനങ്ങൾ ഏത് സ്ഥാനാർത്ഥിയായാലും ഇതുപോലെ വോട്ട് ചെയ്യും. ആര് വോട്ട് ചെയ്യുന്നതിനാ? കുറച്ചൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരോ കാര്യമൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് കുറച്ചാണ്. ബാക്കി വോട്ട് മുഴുവൻ LDF-ന്റെ നയങ്ങൾക്കുള്ള വോട്ടാണ്. മട്ടന്നൂരിൽ നിന്ന് മാറി മറ്റൊരിടത്ത് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും? ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. കാരണം ഇതെല്ലാം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടക്കുമ്പോഴാണ് എവിടെ ആര് മത്സരിക്കണം, ഏത് മണ്ഡലം എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിന് എന്തിനാ ഉത്തരം പറയുന്നത്? പേരാവൂരിൽ ടീച്ചർ മത്സരിക്കാനുള്ള സാധ്യത വലിയ ചർച്ചയായി. ഞാനിത് പറഞ്ഞല്ലോ, ഇപ്പം സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല, മണ്ഡലം തീരുമാനിച്ചിട്ടില്ല. ഈ കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കേരളത്തിലെ ഒരു പൗരൻ തീരുമാനിക്കാൻ വേണമെങ്കിൽ. കേട്ടില്ലേ? ഏത് മണ്ഡലത്തിലും മത്സരിക്കാമല്ലോ. ഒരു മണ്ഡലവും തീരുമാനിച്ചിട്ടില്ല, ആളെയും തീരുമാനിച്ചിട്ടില്ല. പേരാവൂരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ടീച്ചർ മത്സരിക്കോ? അതിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ലേ. അതെന്തൊരു